ഡ്രൈവറെ, അല്ല ഇവിടെ പ്രേതങ്ങളുടെ ഉപദ്രവമുണ്ടോ? ആര് പറഞ്ഞു? അതാറായി പോന്നു. ഓഹോ, ജനാർദ്ദനോ? അവന് ഭ്രാന്ത. ഇവിടെ ആര് വന്ന് താമസിച്ചാലും അവൻ വന്ന് നോക്കും. അവന് തോന്നിയതെല്ലാം പറയുകയും ചെയ്യും. ഞാൻ വളരെ കാലമായി ഇവിടെ വാച്ചറായിട്ട് കഴിയുന്നു. ഇതുവരെ പ്രേതത്തെ ഞാൻ കണ്ടിട്ടുമില്ല, ആരും ഇട്ട് പറഞ്ഞു കേട്ടിട്ടുമില്ല. പ്രേതങ്ങളെ എനിക്ക് അല്പം ബഹുമാനമാണ്, അതുകൊണ്ടൊന്ന് പേടിക്കുക തന്നെ. വെള്ളം ചൂടായി. സാറെവിടെ? ഒരു കൊച്ചൻ ഇങ്ങോട്ട് വന്നു, അവന്റെ കൂടെ പോയി. ആ രാധയുടെ കുഞ്ഞായിരിക്കും. അയ്യോ, രാധ രാധ രാധ. അതെന്താ? ഞങ്ങൾ ഇവിടുന്ന് പോകുന്നവരെ രാധ എന്ന പേര് അദ്ദേഹത്തിന് മുമ്പ് വെച്ച് പറഞ്ഞു പോരും. അതെന്താ? അങ്ങനെയാണ്. മനസ്സിലായില്ല. രാധ എന്നുള്ള പേര് അദ്ദേഹം കേൾക്ക പറയരുത്. അത് മനസ്സിലായി. തൽക്കാലം അത്രയും മനസ്സിലാക്കിയാൽ മതി. പാച്ചർ പോ. അതാ കാണുന്നു ഞങ്ങളുടെ വീടാ, കണ്ടോ? വെരി ഗുഡ്. നമുക്ക് ഇവിടെ ഇരിക്കാം. രാജന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മയും വല്യച്ഛനും. രാജന്റെ അച്ഛനില്ലേ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എപ്പോഴും അമ്മയോട് ചോദിക്കും, എന്റെ അച്ഛനെവിടെയെന്ന്. അമ്മ പറയേ ഇല്ല. സാറിന് അറിയാമോ എന്റെ അച്ഛനെ? ഇല്ല രാജ. അമ്മയ്ക്കും കൂടി അച്ഛനുണ്ട്, എനിക്ക് മാത്രം അച്ഛനില്ല. എടാ രാജ, നീ സാറിനെ അപ്പോഴത്തേക്കും പോക്കറ്റിലാക്കിയോ? ഇല്ല. രാജൻ വീട്ടിലേക്ക് വയ്ക്കോ. കൂടെ കൂടെ ഇങ്ങോട്ട് വരണം കേട്ടോ. ഇതാ, ഇത് രാജന് മിഠായി വാങ്ങിക്കാൻ ഇരിക്കട്ടെ. വാങ്ങിച്ചോടാ. കൊണ്ടുപോയിക്കോളൂ. സാറെ, കുളിക്കാൻ വെള്ളം. ശരി, പോകാം. എത്ര മനോഹരമായ പ്രദേശം. ഇവിടെ വരുന്നവരെല്ലാം ഇതിനെ വായിച്ച് പറയാറുണ്ട്. വരും സാറേ, ഇതിലെ ടിവിയിലേക്ക് പോവാം. ഇതിനേക്കാൾ നല്ല സ്ഥലം ഞാൻ കാണിച്ചു തരാം. അത് നിനക്ക് തന്നതാ, നീ എടുത്തോ. വേണ്ട സാറേ, എനിക്ക് വേണ്ട. രാജാ, നിനക്ക് ഞാൻ മിഠായി വാങ്ങാൻ തന്നതാണ്. അമ്മ സമ്മതിക്കില്ല, സാറിന് എന്നെ തരാൻ പറഞ്ഞു. നീ ഇത് കൊണ്ടുപോ. അമ്മ വരുമ്പോ ഞാൻ പറഞ്ഞോളാം. ശരി, അമ്മ പോ. ഇതാ പണം. തെറ്റിദ്ധരിക്കരുത്. ഞാൻ അവന് നിങ്ങളുടെ ഒന്നും പണം ഞങ്ങൾക്ക് വേണ്ട സാറേ. രാധേ, നിനക്ക് ഭ്രാന്താണോടി? സാറേ, നിങ്ങളെ പോലുള്ളവരൊക്കെ ഇവിടെ വന്നോ പൊയ്ക്കോ. ചുറ്റുവട്ടത്തിലുള്ള ഞങ്ങളെ ഒന്നും കാണണ്ട. ഞങ്ങളോട് സ്നേഹം തോന്നണ്ട, അലിവും തോന്നണ്ട. കുട്ടിയല്ലേ, സ്നേഹം തോന്നി രൂപ കൊടുത്തു, അതിനെങ്ങനെ കിടന്ന് തുള്ളാനുണ്ടോ? അല്ലെങ്കിലും ബാക്കിയുള്ളവർ എന്തിനാ പറയുന്നത്? ഈ ചെന്നിനെ രാധ രാധ, എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു അദ്ദേഹം പേര് പറയരുത്. ഞാൻ അതങ്ങ് രാധേ, ഇതാ. എന്തിനാണ്? ഇത് വാങ്ങിക്കൂ. എനിക്ക് ആവശ്യമില്ല. കോളേജിൽ ഫീസ് അടയ്ക്കാത്തവരുടെ കൂട്ടത്തിൽ രാധയുടെ പേരും ബോർഡിൽ കണ്ടു. അതുകൊണ്ട് ഇതുകൊണ്ട് ഇന്ന് ഫീസ് അടയ്ക്കൂ. ഓഹോ, പാവപ്പെട്ടവരോട് സ്നേഹവും കാരുണ്യം കാണിക്കായിരിക്കും. തെറ്റിദ്ധരിക്കരുത്, ഇതിൽ ഒരു ദുരുദ്ദേശവുമില്ല. ഇന്നിരിക്കും, എന്നാലും എനിക്ക് വേണ്ട. രാധേ, എനിക്ക് നിന്നോട് പ്രേമമായിരിക്കും, അതിനുള്ള പ്രതിഫലമായിരിക്കും. ചന്ദ്ര, നിങ്ങളൊക്കെ വലിയ പണക്കാരാ, ഞാൻ പാവപ്പെട്ടവളാ. എനിക്കും ഒരു ഹൃദയമുണ്ട്, അത് വിൽക്കാനുള്ളതല്ല. രാധേ, രാധേ,
സൂക്ഷിച്ചോളണം കേട്ടോ. TV ഒരു പണക്കാരൻ വന്നിരിപ്പുണ്ട്, വലിയ പണക്കാരനാ. ചുമ്മാ വന്നിരിക്കാനാ പറയുന്നത്, അതുകൊണ്ട് അവതരണമാ. നിനക്ക് വേറെ ജോലിയൊന്നുമില്ലടാ, നീ എന്തിനാ കരഞ്ഞാ വന്നേ? അതെ, നീ ആ വഴിക്ക് പോകാനേ പാടില്ല കേട്ടോ. ജനാർദ്ദൻ ചേട്ടാ, ഈ TVയിൽ ആരെങ്കിലും വന്നാൽ എപ്പോഴും ഇവിടെ വന്നിങ്ങനെ പറയണോ? എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയില്ലേ. എന്നാലും ആര് വന്നു, എന്തിനു വന്നു എന്നൊക്കെ നീ എങ്ങനെയാ അറിയുന്നത്? അതാണ് എന്റെ ജോലി. പിന്നെ നീ പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഞാൻ എപ്പോഴും ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരിക്കും. എന്നാ ഞാൻ വരട്ടെ. വാവ് അടുത്തോണ്ടായിരിക്കും, ഇവൻ ഈയിടെ ഇത്തിരി കൂടുതലാ. നീ എന്തിനാണ് ഈ മോനെ അടിച്ചത്? പറഞ്ഞ കേക്കണ്ടേ അച്ഛാ, ഇവൻ TVയിൽ വന്ന ആളിനോട് രൂപയും വാങ്ങിച്ചോണ്ട് വന്നു. എന്തിനാ? എവിടെ രൂപ? എവിടെ? ഞാൻ അയാളുടെ മുഖത്ത് വലിച്ചെറിഞ്ഞു കൊടുത്തു. ഓ, ജനാർദ്ദന് മാത്രമല്ല, നിനക്കും കുറേശ്ശെ തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേ. അമ്മ മോനെ അടിച്ചോടാ, നമുക്ക് അമ്മയുടെ മൂക്കരിഞ്ഞ് ഉപ്പിലിടാം കേട്ടോ. എന്ത് പറ്റി? എവിടെ തല്ലിച്ച? എന്താ പേര്? ശകുന്തള. ശകുന്തള. ശകുന്തളേ, എനിക്ക് എത്രമാത്രം ഇഷ്ടപ്പെട്ട പേരാണെന്നറിയാമോ? ശകുന്തള ഞാൻ എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ടോ? നീ വായിച്ചിട്ടുണ്ടോ? ഇല്ല, സിനിമ വന്നപ്പോ കണ്ടിട്ടുണ്ട്. മതി. വിവാഹം കഴിച്ചതാണോ? ഇല്ല. മതി. എന്താ മതി മതി എന്ന് പറയുന്നത്? ഓ ഈശ്വരാ, അയ്യോ എന്റെ ശകുന്തളെ, നീ ജനിച്ചിട്ട് 2000 വർഷങ്ങളെങ്കിലും ആയിക്കാണ് കേട്ടോ. കണ്ണോമുനി മരിച്ചു, കാളിദാസൻ മരിച്ചു, അനുസൂയ മരിച്ചു, പ്രിയമത മരിച്ചു. എന്റെ ശകുന്തളെ, നീ മാത്രം മരിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ഭ്രാന്താണോ? അതെ, പണ്ട് ശകുന്തളയെ കണ്ടപ്പോൾ ദുഷ്യന്തൻ എന്ത് സംഭവിച്ചോ അതിപ്പോ സംഭവിച്ചിരിക്കുന്നു. എന്റെ മനസ്സ് ഇപ്പോൾ ദുഷ്യന്തന്റേതാണ്. ഞാൻ ദുഷ്യന്തനാണ്. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല. ശകുന്തളെ നോക്ക്, ശാകുന്തളത്തിലെ പോലെ തന്നെ സംഭവിച്ചു. അവിടെ വണ്ട്, ഇവിടെ തേനീച്ച, രണ്ടും തേൻ അന്വേഷിച്ചു വന്നു, രണ്ടിനും തെറ്റുപറ്റി. ശകുന്തളയുടെ മുഖം വിടർന്ന പൂവാണെന്ന് അവർ സംശയിച്ചു. ആഹാ, വീട്ടിൽ ആരെല്ലാം ഉണ്ട്? ഒരു ചേട്ടനുണ്ട്. കണ്ണുവർഷി ആളെങ്ങനെ? ആര്? അല്ല ചേട്ടനെ. ആ, ചേട്ടൻ നിങ്ങളെയൊക്കെ കാണാൻ ഇവിടെ വരും. വന്നോ? ഭാഗ്യം. എന്നാ ഞാൻ പോട്ടെ. ദുഷ്യന്തൻ കുറച്ചു നാളത്തേക്ക് കൂടിയൊക്കെ ഇവിടെയൊക്കെ കാണും, മറക്കരുത് കേട്ടോ. കൊണ്ടൽവേണി ഒരു 2-4 അടി നടന്നതില്ലതിനു മുമ്പില കൊണ്ടു ദർഭമുന കാലിലെന്ന് വെറുതെ നടിച്ചു നിലകൊണ്ടിതേ.